മൃഗങ്ങളോടും പക്ഷികളോടും ആശയവിനിമയം നടത്താൻ മനുഷ്യന് എക്കാലത്തും ആഗ്രഹമുണ്ടായിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താണ്, അങ്ങനെയൊരു സംവിധാനം ഇതുവരെയും സാധ്യമായിട്ടില്ല. ശബ്ദമുണ്ടാക്കുന്ന പേശികളെ നിയന്ത്രിക്കുന്ന പ്രത്യേക മസ്തിഷ്ക സർക്യൂട്ടുകളുണ്ട്. അവ മനുഷ്യൻ കഴിഞ്ഞാൽ ചില പക്ഷികൾക്കും ചില മൃഗങ്ങൾക്കും മാത്രമേ ഉള്ളൂ. അവയിൽ നമ്മുടെ തത്ത, കാക്ക, ചില ഹമ്മിങ് ബേർഡുകൾ, പാട്ടുപാടുന്ന പക്ഷികളൊക്കെ പെടും. ഒറാങ്ങുട്ടാനും ആനയ്ക്കും ഇതുണ്ട് എന്ന് പറയപ്പെടുന്നു. പാട്ടുപാടുന്ന പക്ഷികൾ ഉപയോഗിക്കുന്ന അതേ ജീനുകൾ തന്നെയാണ് മനുഷ്യൻ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന ജീനുകൾ. ഇതിന് പിന്നിൽ 50ഓളം ജീനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ പല മൃഗങ്ങളിലും അത് പ്രവർത്തനരഹിതമാണ്. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. ഇനി ഈ 50ഓളം ജീനുകൾ ശരിയായി പ്രവർത്തിക്കുന്ന കഴിവുള്ള ജീവികൾ അവർക്ക് സംസാരിക്കാനാകുമോ എന്ന് നടത്തിയ പരീക്ഷണങ്ങളിൽ രസകരമായ ഒരു പരീക്ഷണം പറയാം. തത്തകൾ ജീവിതം മുഴുവനും പുതിയ ശബ്ദങ്ങൾ പഠിച്ചെടുക്കാൻ, അനുകരിക്കാനൊക്കെ ശ്രമിക്കുന്ന ജീവികളാണ്. നമ്മുടെ പോറ്റുപക്ഷികൾ മാത്രമല്ല, കാട്ടുപക്ഷികളും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ പഠിച്ചെടുക്കുന്ന ശബ്ദങ്ങൾ എവിടെയാണ് ഇവ ഉപയോഗിക്കുന്നത്? അവ ഉപയോഗിക്കുന്നത് മെയ്റ്റിങ്ങിലും ഡേറ്റിങ്ങിലുമാണ്. ഇണയെ കണ്ടെത്താനും ഇണ ചേരുമ്പോഴും ഈ പുതിയ വാക്കുകൾ അവർ ഉപയോഗിക്കുന്നുണ്ടത്രേ. തലച്ചോറിന്റെ ശേഷി ഇണയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതായത് ഏറ്റവും വലിയ ലൈംഗിക അവയവം തലച്ചോറാണ് എന്നാണത്രേ അവർ കരുതുന്നത്. ഇണ ചേരുന്ന സമയത്ത് കുറുകലുകളും സീൽക്കാരങ്ങളും ഒക്കെ നടത്തി മെയ്റ്റിങ്ങിനെ ഒരു വ്യത്യസ്ത സംഭവമാക്കും തത്തകൾ. മനുഷ്യൻ പഠിക്കേണ്ട ഒരു സ്വഭാവം തന്നെയാണിത്. കാരണം നമ്മൾ എന്തെങ്കിലും പുതുതായി പഠിച്ചെടുത്താൽ അത് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കുന്നത് വളരെ കുറവാണല്ലോ.